ഇവനാണ് മിസ്റ്റർ സുധാകരൻ. ഇക്കഴിഞ്ഞ ലീവിന് നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ തന്നെ കരുതി ഇത് എന്റെ വീടല്ല അവന്റെ വീടാണെന്ന്. അമ്മാതിരി ഭരണമാണ് ഇവൻ വീട്ടിൽ. എപ്പോ വേണമെങ്കിലും വന്ന് കേറാം, ഇറങ്ങി പോകാം, എവിടെ വേണേലും കയറി കിടക്കാം, ആരും ഒന്നും ചോദിക്കാൻ പാടില്ല. ചാവാലി പൂച്ചയ്ക്ക് പേർഷ്യൻ കാറ്റുമായി ചേർന്ന ഒരു ക്രോസ് ബ്രീഡ് ആയതുകൊണ്ടായിരിക്കും കാണാനൊരു ലുക്കില്ലെങ്കിലും ഒടുക്കത്തെ ജാടയാണ്. വ്യക്തമായ ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട്. ഹൈ ക്വാളിറ്റി കാറ്റ് ഫുഡേ കഴിക്കൂ. പച്ചമീനും പച്ചച്ചിക്കനും ഒക്കെ ഓക്കെയാണ്. ഇനി പച്ചമീന് ക്ഷാമമായിട്ട് മീൻകറി ഇട്ട് വരട്ടി ചോറങ്ങാനും കൊടുത്താ പിന്നെ 2 ദിവസത്തേക്ക് വീട്ടിലോട്ട് വരത്തില്ല. പിന്നെ ആളി ഏരിയയിലെ ചെറിയൊരു ഗുണ്ട കൂടിയാണ്. പൂച്ചകളുടെ മാത്രമല്ല ചെറിയ പട്ടികളുടെ പോലും പേടി സ്വപ്നമാണ് ഇവൻ. വഴിതെറ്റി അവന്റെ ടെറിട്ടറിയിൽ വന്നു കയറി അപ്പുറത്തെ വീട്ടിലെ പുഷ്കരം പട്ടിയെ ചാടി ചെബിക്കലിനിട്ടൊരു അടിയും കൊടുത്താണ് ഇവൻ പറഞ്ഞു വിട്ടത്. അങ്ങനെ ഇരിക്കൊരു ദിവസം ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി ഗൈസ്. ഇവൾ ഗർഭിണിയാണ്. അതെ, ഒരു ആൺപൂച്ചയുടെ ശൗര്യം കാണിച്ച് ഇവൻ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു. ഹി മോക്ക് ദ എൻഡർ ജൂറിസ്ഡിക്ഷൻ. അന്ന് മുതൽ സുധാകരൻ വെറും സുധിയായി മാറി. ഗർഭത്തിന് ഉത്തരവാദിയായി മിസ്റ്റർ കുന്നം പൂച്ചയും അപ്പുറത്തെ വീട്ടിലെ സുന്ദരി പൂച്ചയും ഒക്കെ സംശയിച്ചെങ്കിലും അവരൊക്കെ ഇവളുടെ വെറും ബെസ്റ്റുകൾ മാത്രമായിരുന്നു. അങ്ങനെ ഒരു സുദിനത്തിൽ ഈ സുധ വീട്ടിലെ അലമാരയുടെ താഴത്തെ അപ്പാർട്ട്മെന്റിൽ പ്രസവിച്ചു. 2 കുഞ്ഞുങ്ങൾ ഇവളെ പോലെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും 3ാമത്തെ കുഞ്ഞിൻ ദിവനെ കണ്ടപ്പോ ഈ ഗർഭത്തിന്റെ കാരണക്കാരനെ ഞങ്ങൾ മനസ്സിലാക്കി. രാത്രിയുടെ മറവിൽ ഓടിയനെ പോലെ പതിഞ്ഞുവെന്ന് താഴത്തെ ലല്ലു പൂച്ച തന്നെയാണ്. എന്തായാലും കുഞ്ഞുങ്ങൾ വന്നതോടെ അവർ ഫാമിലിയായി പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസവും മാറി. ബട്ട് സന്തോഷത്തിന്റെ ആ ദിവസങ്ങൾക്കിടയിലാണ് ഇത് സംഭവിച്ചത്. പൂച്ചകൾക്കിടയിൽ വ്യാപിച്ച ഒരു വൈറസ് ഇൻഫെക്ഷൻ കാരണം ഈ 2 വെള്ള ഓമനകളും മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ മുഴുവൻ സ്നേഹവും എക്സ്ട്രാ കെയറും കിട്ടിയ വളരുകയാണ് ദിവനാണ് ചിച്ചു. പിന്നെ ഇന്നലെ നാട്ടിൽ നിന്നും കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം സുധ വീണ്ടും ഗർഭിണിയാണ്.